ഇനി നമുക്ക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ്പ്രഷൻ ഇവാലുവേഷൻ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ. ആ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ടും ഒരു സ്റ്റാക്കും മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ വരുന്ന ഓരോ ഇൻപുട്ടിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിട്ട് ഓപ്പറേറ്ററിനനുസരിച്ച് നമ്മൾ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്ത് ആൻസർ സ്റ്റാക്കിൽ കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യമേ ഇൻപുട്ട് വരുന്നത് 6 ആണ്, നമ്മളതിനെ ഡയറക്റ്റായിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. രണ്ടാമത്തെ ഇൻപുട്ട് 2 ആണ്, സോ നമ്മളതിനെ ഡയറക്റ്റായിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ അടുത്ത ഇൻപുട്ട് ഒരു ഓപ്പറേറ്ററാണ്, പ്ലസ് വരുന്ന സമയത്ത് സ്റ്റാക്കിലേക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യും. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 6ഉം 2ഉം കൂടെ പോപ്പ് ചെയ്ത് മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 എന്നുള്ള ആൻസർ കിട്ടും. അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ 8 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വാല്യൂ വന്നു, അത് ഓപ്പറാൻഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് അതിനെ പുഷ് ചെയ്തു. അടുത്തത് 2 വന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തായിട്ട് 1 വന്നു, 1നെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് വന്നു? ഒരു സ്റ്റാർ സിമ്പിൾ വന്നു. സ്റ്റാർ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻസിനെ പോപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 1ഉം പോപ്ഡ് ഔട്ട് ആവും, 2ഉം പോപ്ഡ് ഔട്ട് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേറ്റർ വർക്ക് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 1 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 2 ആണ്. അത് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റാക്കിൽ ഇപ്പം 8ഉം 4ഉം 2ഉം കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സിമ്പിൾ നോക്കുമ്പോഴേക്കും മൈനസ് വരും. മൈനസ് വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻറ്റ്സ് പോപ്പ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, പുഷ് ചെയ്ത് കൊടുക്കുക ആൻസർ അല്ലേ. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻറ്റ്സ് ആരാണ്? ഇപ്പോൾ 2 ഉണ്ട്, 4 ഉണ്ട്. ഓർഡർ എങ്ങനെയാണ്? 4 - 2 ആണ് ചെയ്യേണ്ടത് അല്ലേ. അതായത് ഇവിടുത്തെ A 2 ആണ്, B എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. സോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്താണ്? B ഓപ്പറേറ്റർ A ആണ് നമുക്ക് ചെയ്യേണ്ടത്. 4 - 2 ചെയ്യുമ്പോഴേക്കും നമുക്ക് എടുത്ത ആൻസർ എന്താണ്? 2 ആണ്. ദാറ്റ് 2 വിൽ ബി പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. സോ നമ്മുടെ സ്റ്റാക്കിലേക്ക് വരുന്നത് എന്തായിരിക്കും? 2 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഈ ആൻസറാണ് സ്റ്റാക്കിലേക്ക് വരിക. അടുത്ത ഡിവിഷനാണ് കൊടുത്തേക്കുന്നത്. ഡിവിഷൻ വരുന്ന സമയത്ത് സ്റ്റാക്കിലെ 2 ഓപ്പറാൻസ് എന്ത് ചെയ്യുക? നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റുക. സോ നമുക്ക് 8ഉം 2ഉം പോപ്പ് ചെയ്ത് മാറ്റും. അപ്പം ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റ് A ആവും, തൊട്ട് താഴെയുള്ള എലമെൻറ്റ് B ആവും. ദെൻ അതിന് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പം 8/2 എന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. സോ നമ്മുടെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയി. ഈ സമയത്ത് നമ്മുടെ സ്റ്റാക്കിൽ ആരും മാത്രമേ ഉള്ളൂ? 4 ഉള്ളൂ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 4. ഓക്കെ, സോ ഇതാണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ്റെ ഒരു എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. 5, 6, 2 പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ 12, 4 ഡിവിഷൻ മൈനസ്. ഇതിനെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഒരു ഇൻപുട്ടും ഒരു സ്റ്റാക്കും ആണുള്ളത്. സോ നമുക്കിതിനകത്ത് വർക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ആദ്യമേ 5 വരും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. 5 വരും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. 6 വരും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ദെൻ 2 വരും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. സോ 5, 6, 2 വരും. ദെൻ പ്ലസ് വരും, പ്ലസ് വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ടോപ്പ് 2 എലമെൻറ്റ്സിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ഇപ്പോൾ 2 വരും, 6 വരും, അതിനെ ഓപ്പറേറ്റ് ചെയ്യും. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 8 കിട്ടും. അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യും? പുഷ് ചെയ്യും. സോ 5ഉം 8ഉം വരും. അടുത്ത സിമ്പിൾ എന്താണ്? സ്റ്റാർ വരും. സോ സ്റ്റാർ വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള 2 എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? പോപ്പ് ചെയ്ത് മാറ്റും. സോ 8ഉം വരും, 5ഉം വരും, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും സ്റ്റാർ വെച്ചിട്ട്. സോ ആൻസർ എന്ത് കിട്ടും? 40. ദാറ്റ് വിൽ ബി പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക് അല്ലേ. ഇതാണ് നമ്മൾ സംഭവിക്കുക. അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വരുന്നത് എന്താണ്? 12 വരും. സോ നമ്മുടെ സ്റ്റാക്കിൽ 40 ഉണ്ട്, ഇപ്പോൾ നമ്മൾ 12 വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് 4 വരും. 4 വരുന്ന സമയത്ത് 40, 12, 4 വരും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്ററാണ്, ഡിവിഷൻ ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്ന് 2 എലമെൻറ്റ്സിനെ നമ്മൾ പോപ്പ് ചെയ്ത് മാറ്റും. അപ്പോൾ എന്താ ചെയ്യുന്നത്? 4 പോപ്പ് ഔട്ട് ആവും, 12 പോപ്പ് ഔട്ട് ആവും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. സോ 12/4 നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. സോ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? 40 ഓൾറെഡി ഉണ്ട്, 12ഉം 4ഉം ഓപ്പറേറ്റ് ചെയ്തു. സോ ആൻസർ ഇട്ടിരിക്കുന്നത് 3 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സിമ്പിളിനെ നോക്കും. മൈനസ് സിമ്പിളാണ്. സോ 40ഉം 3ഉം ആണ് കറണ്ട് സ്റ്റാക്കിലെ സ്റ്റാറ്റസ് ഉള്ളത്. അതിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? മൈനസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത്? 40 - 3 നമുക്ക് ആൻസർ എന്ത് കിട്ടും? 37. സോ നമ്മുടെ ഈ ഒരു സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? 37 ആണ് അല്ലേ. അപ്പോൾ 40ഉം 3ഉം പോപ്പ് ഔട്ട് ചെയ്തു, ഓപ്പറേറ്റ് ചെയ്തു. ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? 37. സോ 37 വിൽ ബി ദ ഫൈനൽ ആൻസർ. ദിസ് ഈസ് ഹൗ വി ആർ using the stack for expression evaluation or evaluating the full on expression.